യേശുവിൻ്റെ നാമത്തിൻ്റെ തന്നെ പ്രത്യേകത ഒന്നാമത്തേത് രക്ഷിക്കുന്ന നാമമാണ്. ഹല്ലേലൂയ. എത്ര എല്ലാവരും ഇത് പറഞ്ഞേ. ഇന്ന് രാവിലെ ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നവൻ നിന്നെ രക്ഷിക്കുന്ന നാമമാണ്. നമ്മുടെ കുറിവാക്യം വിട്ടുപോകല്ല. അവൻ യെരൂശലേമിനെ പണിയുന്നു. അപ്പോൾ ഒന്ന്, രക്ഷിക്കുന്ന നാമം. രണ്ട്, അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. 3-ാം അധ്യായം. ആ ആ ആ അങ്ങനെയാണ്. രണ്ട്, സൗഖ്യമാക്കുന്ന നാമമാണ്. തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ നരിയാണി ഉറച്ചവൻ. അങ്ങനെയാണ്. ഒന്ന്, ഇത് രക്ഷിക്കുന്ന നാമമാണ്. രണ്ട്, ഇത് സൗഖ്യമാക്കുന്ന നാമമാണ്. ഞാൻ മെസ്സേജിന് മുമ്പ് ഇത് ഓർപ്പിക്കുന്നത്, ഇന്ന് രാവിലെ നിന്നെ സൗഖ്യമാക്കുന്നവൻ ഇവിടെ ഉണ്ട്, നിന്നെ രക്ഷിക്കുന്നവൻ ഇവിടെ ഉണ്ട്. നീ ആ നാമം ചുമ്മാ ഒന്ന് ഉച്ചരിച്ചുകൊണ്ടിരുന്നാൽ മതി. യേശുവിൻ്റെ നാമത്തിങ്കൽ അതിൻ്റെ വിടുതൽ നിശ്ചയമായിട്ടുണ്ട്. നമ്മൾ ഉത്തമഗീതം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഉത്തമഗീതം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. അങ്ങനെയാണ്. ഇത് അഭിഷേകം ചെയ്യുന്ന നാമമാണ്. ഒന്ന്, ഇത് രക്ഷിക്കുന്ന നാമമാണ്. രണ്ട്, ഇത് സൗഖ്യമാക്കുന്ന നാമമാണ്. മൂന്ന്, ഇത് അഭിഷേകം ചെയ്യുന്ന നാമമാണ്. ഇന്ന് രാവിലെ അഭിഷേകങ്ങൾ നടക്കണം. ഈ 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം നമ്മൾ 1 തൊട്ട് 3 വരെ വായിക്കുമ്പോൾ ശമൂവേലിനോട് ദൈവം പറഞ്ഞൊരു പ്രത്യേക പദം അവിടെയുണ്ട്. ഒന്ന് നോക്കിയേ. 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം. ആ ആ അടുത്ത വാക്യം, കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ആ അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ആ ആ 4-ാം അധ്യായം പിന്നീട് മുഴുവൻ വായിച്ചാൽ മതി. അതിനകത്തൊരു കാര്യമുണ്ട്. ഞാൻ പറയുന്നവനെ നീ അഭിഷേകം ചെയ്യണം. ആരെയാ? ഞാൻ പറയുന്നവനെ. ആ വാക്യം എത്രാമത്തെ വാക്യമാണ്? ഒരു സ്തോത്രം പറഞ്ഞേ. ആ എല്ലാവരെയും അഭിഷേകം ചെയ്യാനല്ല ശമൂവേലിനെ വിട്ടത്. ഒരു വീട്ടിൽ തന്നെ ഒരപ്പനും അമ്മയ്ക്കും പിറന്ന പിള്ളേരാണെങ്കിലും ദൈവം പറഞ്ഞു, ഞാൻ പറയുന്നവനെ നീ അഭിഷേകം ചെയ്യണം. അങ്ങനെയാണ് ഇന്ന് രാവിലെ പകർന്ന തൈലം പോലെയുള്ള അവൻ്റെ നാമം നിന്നിൽ ഒന്നിനെ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ അഭിഷേകം എൻ്റെ മേലൊന്ന് പകരണേ എന്ന് കൊതിക്കുന്ന, എൻ്റെ തലമുറയിലൊന്നിൻ്റെ മേൽ പകരണമേ എന്ന് കൊതിക്കുന്ന എത്ര പേരിവിടെ വന്നിട്ടുണ്ട്. ചിലതിനെ ഇന്ന് പകൽ ദൈവം കണ്ടിട്ടുണ്ട്. ഈ വിശുദ്ധ ആരാധനയിൽ നിൻ്റെ മേൽ ആ അഭിഷേകം ഒന്ന് പകരട്ടെ. ഓ ഹല്ലേലൂയ. മനം തകർന്നവരുടെ മുറിവുകളെ കെട്ടണമെങ്കിൽ ഒരഭിഷേകം നിന്റെ മേൽ വീണേ ഇന്ന് പകൽക്കാലം മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അപ്പോൾ ഒന്ന്, ഇത് രക്ഷിക്കുന്ന നാമമാണ്. രണ്ട്, ഇത് സൗഖ്യമാക്കുന്ന നാമമാണ്. മൂന്ന്, ഇത് അഭിഷേകം ചെയ്യുന്ന നാമമാണ്. 4 അപ്പോസ്തല പ്രവൃത്തി തന്നെ 2-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ ആ 33 ആ ആ ആ പകർന്നു തന്നു. എല്ലാവരും പറഞ്ഞേ. അപ്പം ഇത് അഭിഷേകം ചെയ്യുന്ന നാമമാണ്, പകരുന്ന നാമമാണ്. കൊച്ചുകൊണ്ടാണ് എനിക്ക്. ആ ഓക്കെ ഓക്കെ, പ്രൈസ് ദി ലോർഡ്.
ഒത്തിരി കാലം കൂടെ കാണുക. ഞാനിപ്പോൾ ശ്രദ്ധിച്ചേ, ഇത് രക്ഷിക്കുന്ന നാമമാണ്, സൗഖ്യമാക്കുന്ന നാമമാണ്, അഭിഷേകം ചെയ്യുന്ന നാമമാണ്, ആ അഭിഷേകത്തെ തന്നെ പകരുന്ന നാമമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ അടുത്തിരിക്കുന്നവനിലേക്ക് പകരുന്ന, കുടുംബത്തിൽ ചിലതിൻ്റെ മേൽ പകരുന്ന ഒരു നാമം ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. നിന്റെ തകർന്നിരിക്കുന്ന, മനം തകർന്ന വിഷയങ്ങളുടെ മേൽ പകരപ്പെടുന്ന ഒരു അഭിഷേകം. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില വ്യക്തിത്വങ്ങളുടെ മേൽ അഭിഷേകം പകരുകയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഞാൻ UK ചെന്നപ്പോൾ അതിശയിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങളുണ്ടായി. ഒന്ന്, ഞാൻ കഴിഞ്ഞ വർഷം പത്തനാപുരത്തിനപ്പുറത്ത് ഷാരോൻ്റെ ഒരു സഭയിൽ ന്യൂസിലൻഡ് ജോലിയുള്ള ഒരു മകൻ്റെയും കുഞ്ഞിനെ പ്രതിഷ്ഠിക്കാൻ ഷാരോനിലെ സെൻട്രൽ പാസ്റ്റർ, സെക്ഷൻ പാസ്റ്റർ എല്ലാം ഉള്ള മീറ്റിങ്ങിൽ ആ കുഞ്ഞിനെ എന്നെ കൊണ്ട് പ്രതിഷ്ഠിപ്പിക്കണം എന്ന് അവർ തീരുമാനിച്ച് വിളിച്ചു. അവരുടെ അനുവാദത്തോടെ ഞാൻ ചെന്ന് ഒത്തിരി പാസ്റ്റേഴ്സ്, വിശിഷ്ടാതിഥികൾ ഒത്തിരി പേരുള്ള, സമുദായക്കാർ ഒത്തിരി പേരുള്ള ഒരു ശിശു പ്രതിഷ്ഠയാണ്. അവിടെ ഞാൻ ചെന്ന് ഒരു മെസ്സേജ് പറഞ്ഞ് ഈ കുഞ്ഞിനെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് പോരുകയുണ്ടായി. അങ്ങനെ പോന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ കാര്യം പിന്നെ ഓർത്തിട്ടേ ഇല്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം UK പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാതാവും ഒരു പിതാവും കൂടെ, അവരുടെ അമ്മച്ചി, വല്യമ്മച്ചിയും കൂടെ ഈ കുഞ്ഞിനെയും കൊണ്ട്, കൊച്ചു പിള്ളേരാണ്, അവരുടെ മക്കളെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ, 17 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ കുഞ്ഞായത്, ഈ കുഞ്ഞിനെ ദൈവദാസന് കയ്യിലെടുത്തൊന്ന് പ്രാർത്ഥിക്കണം. അന്ന് 7 കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു ആ സഭയിൽ. ആ 7 കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠ കഴിഞ്ഞുള്ള ആരാധനയുടെ അവസാനമാണ് ഈ കുഞ്ഞിനെ കൊണ്ട് വന്നത്. ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, അന്ന് പാസ്റ്റർ ഷാരോനിലെ ഒരു കുഞ്ഞിൻ്റെ പ്രതിഷ്ഠയ്ക്കായിട്ട് വന്നത് ഓർക്കുന്നുണ്ടോ? ഞാൻ അല്പം നിമിഷം ചെന്നിട്ട് പറഞ്ഞു, ഓക്കെ ഓർക്കുന്നുണ്ട്, അന്ന് ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അന്ന് പാസ്റ്ററെ ആ പ്രസംഗിച്ച പ്രസംഗം ഞങ്ങളുടെ കുഞ്ഞിന് തലമുറ ജനിക്കത്തില്ലെന്നാണ് സകല ഡോക്ടർമാരും പറഞ്ഞത്. പക്ഷെ പാസ്റ്റർ അന്ന് 2-3 കാര്യം ഒന്ന് പറഞ്ഞു. ഒന്ന്, എനിക്കൊന്ന് വെള്ളിയാഴ്ച വരെ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഒന്ന്, ദൈവത്തിനിപ്പോൾ തലമുറയെ തരാൻ വേണ്ടിയിട്ട് യൂട്രസ് ഒന്നും വേണമെന്നില്ല, ചാരത്തിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. ഞാൻ ആ വാക്യം എടുത്ത് പ്രസംഗിച്ചു. കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. 3, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ഈ അമ്മാവ ഏങ്ങലടിച്ചവിടെ ഇരുന്ന് കരഞ്ഞെന്ന് പറഞ്ഞ് ആ പ്രസംഗം തീരുന്നത് വരെ കരഞ്ഞു, കർത്താവേ, എൻ്റെ കുഞ്ഞിന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ സൃഷ്ടിക്കണമേ. വർഷങ്ങൾ ചിലത് കഴിഞ്ഞ് ഞാനിപ്പോൾ UK ചെന്നപ്പോൾ ഒരു ഓമനത്വമുള്ള കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുകയാണ്. പാസ്റ്ററേ, ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് കരഞ്ഞതിൻ്റെ മറുപടിയാ. എനിക്കന്ന് ഒന്നുകൂടെ വചനത്തിൽ ബലമായി. നമ്മളീ പറയുന്ന വചനം ഇവിടെ നിൽക്കത്തില്ല കേട്ടോ. നീ ഇത് ഏറ്റെടുക്കുമെങ്കിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള ഒരു ദൈവം നിന്നെക്കൊണ്ട് വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞിനെ ഞാൻ കയ്യിലെടുത്തു, പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ച് അവരുടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ മറ്റൊരു മകനും മകളും കൂടെ ഒരു കുഞ്ഞുമായിട്ട് വന്നു. അവർ പറഞ്ഞു, പാസ്റ്ററെ, 4-ാമത്തെ മാസം മുതൽ 8-ാമത്തെ മാസം വരെ ഡോക്ടർമാർ അബോഷനാക്കണം. ചെല്ലുന്ന മുഴുവൻ ഹോസ്പിറ്റലും പറഞ്ഞു, ഈ കുഞ്ഞിന് തലച്ചോറില്ല, ഈ കുഞ്ഞിന് തലയില്ല, ഈ കുഞ്ഞ് വളരത്തില്ല, നിങ്ങൾക്കൊരു ബാധ്യതയായിരിക്കും, കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കള, ദൈവം വേറെ കുഞ്ഞിനെ തരുമെന്ന് ഡോക്ടർമാരെല്ലാം പറഞ്ഞു. പക്ഷെ എൻ്റെ ഉള്ളത്തിൽ ദൈവം പറഞ്ഞു, ഞങ്ങൾ അബോർഷൻ ചെയ്യത്തില്ല, തലയുണ്ടേലും തലച്ചോറുണ്ടേലും ഞങ്ങൾ തരുന്നതിനെ വളർത്തും എന്ന് ഞങ്ങൾ ദൈവത്തോട് തീരുമാനമെടുത്ത് അങ്ങനെ ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ചുമ്മാതെ ഞങ്ങൾ ലൈവ് ഓൺ ചെയ്തപ്പോൾ അതിൽ സ്ത്രീയെ നീ കരയുന്നതെന്ത് എന്ന് ചോദിക്കുന്ന മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സ്വത്രം പറഞ്ഞേ, ഹല്ലേലൂയ. സ്ത്രീയെ നീ എന്തിന് കരയുന്നു? കല്ലറയുടെ വാതിക്കൽ ഉയർത്തെഴുന്നേറ്റ് വരുന്ന കർത്താവ് മഗ്ദലക്കാരത്തി മറിയയോട് നീ എന്തിന് കരയുന്നു എന്ന് ചോദിച്ച ചോദ്യം ഇവരോട് വിരൽ ചൂണ്ടി ചോദിക്കുന്നവർക്ക് തോന്നി, നീ എന്തിന് കരയുന്നു? ആ ദൂത് അവർ കേട്ടു, അവർ വിശ്വസിച്ചു. ആ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ അതിന് തലച്ചോറുണ്ട്, അതിന് 2 കണ്ണുണ്ട്, 2 ചെവിയുണ്ട്, 2 വായുണ്ട്, നാക്കുണ്ട്, എല്ലാം ഉണ്ട്. അതിന് ദൈവം കൊടുത്ത എല്ലാമുണ്ട്. നോക്കിയേ, അപ്പോൾ ജനിക്കാൻ പോകുന്ന കൊച്ച് ജനിച്ചു കഴിഞ്ഞ് അവൻ ആരാകുമെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. പക്ഷെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ
ഒന്നും രണ്ടും ഡോക്ടർമാരല്ല, പരിശോധിച്ച മുഴുവൻ ഡോക്ടർമാരും വളരെ നിർബന്ധിച്ച് പറഞ്ഞു അബോർഷൻ ചെയ്യണമെന്ന്. പക്ഷേ ആ കുഞ്ഞുങ്ങൾ വചനത്തിൽ വിശ്വസിച്ചു. അവരാദ്യമായിട്ട് എന്നെ മുഖാമുഖം കാണുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ എനിക്കൊന്നുകൂടെ ശക്തിയായി പറയുന്ന ഓരോ വചനത്തിനകത്തും ദൂരവ്യാപകമായ വലിയ വിടുതൽ നടക്കുകയാ. ഇന്ന് പകൽ നിനക്ക് തകർച്ച എന്ന് പറയുന്ന മണ്ഡലത്തിൽ മനം തകർന്നവരുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടാൻ കഴിവുള്ള ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഈ നാമം പകർന്ന തൈലം പോലെ പകരുന്ന നാമമാ. നമ്മൾ ചെല്ലക്കാട്ട മെസ്സേജ് പറഞ്ഞത്, പക്ഷേ UK വിടുതൽ നടന്നു. ഇന്ന് പോലെ ഒത്തിരി പേര് ലൈവിനകത്തുണ്ട്. നമ്മുടെ ഈ ലൈവ് കാണുന്നവരുണ്ട്. ഇന്ന് വൈകുന്നതിനകത്ത് 14,000 പേര് ഇത് കാണും. പ്രിയമുള്ളവരെ, അറിയാത്ത മേഖലകളിൽ തകർന്നിരിക്കുന്നവരെ പണിതുകൊണ്ടിരിക്കുക. യെരൂശലേമിനെ പണിയുന്ന ദൈവം നിന്നെ പണിയുകയാ, നിന്റെ കുടുംബത്തെ പണിയുകയാ, നിന്റെ തലമുറയെ പണിയുകയാ, നിന്റെ ശൂന്യതയെ പണിയുകയാ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. അല്ലെ വചനത്തിന്റെ ക്രിയകൾ നിന്റെ കൂടാരത്തിൽ ചില പണികൾ ചെയ്യുകയാ. ഫിലിപ്പിയാലേഖനം 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യം. ഫിലിപ്പിയാലേഖനം 2-ാം അധ്യായം 9-10 വാക്യം. ആ ആ പ്രിയരെ, ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നവൻ്റെ നാമം സകല നാമത്തിലും, എല്ലാവരും പറഞ്ഞേ, സകല നാമത്തിലും നാളുകളായി നിന്റെ കുടുംബത്തെ വിട്ടുമാറാതെ ചില പ്രശ്നങ്ങൾ നിന്നെ ഇങ്ങനെ കുഴച്ച് മറിച്ച് അലട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ നീ ഈ നാമം ഉച്ചരിക്ക്. ഈ നാമം സകല നാമത്തിലും മേലായ നാമമാ. വിശ്വസിക്കുന്നവർ മാത്രമേ ഇന്ന് ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ കാണുന്ന എല്ലാത്തിനും ഒരു നാമമുണ്ട്. ചിക്കൻ ബോക്സ് ഒരു നാമമാണ്, അല്ലേ? വൈറൽ ഫീവർ ഒരു നാമമാണ്, ആണോ? പനി ഒരു നാമമാണ്. എലിപ്പനി, ഡെങ്കിപ്പനി, വവ്വാലിപ്പനി, പക്ഷിപ്പനി എല്ലാം ഒരു നാമമാണ്. ക്യാൻസർ ഒരു നാമമാണ്, ട്യൂമർ ഒരു നാമമാണ്, ലുക്കേമിയ ഒരു നാമമാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ ഒരു നാമമാണ്. പക്ഷേ ഇന്ന് രാവിലെ നീ കർത്താവിൽ വിശ്വസിക്കണം. നിങ്ങൾ ഈ നാമങ്ങൾക്കൊക്കെ പേടിക്കല്ല. ഇന്നലെ വീട്ടിൽ നമ്മുടെ ഒരു സഹോദരി വന്നു, നമ്മുടെ ചർച്ചിലുള്ള, ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത ആളാണ്, വന്നു. വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, കുഞ്ഞെ നീ എന്നെ ഒത്തിരി ക്ഷീണിച്ചല്ലോ. അത് ഡയബറ്റിക് ആരംഭിച്ചെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ എത്ര ഉണ്ട്? അത് 110 കഴിഞ്ഞെന്ന് പറഞ്ഞു. സ്തോത്രം. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, 10 പെറ്റ അമ്മയോട് ഒരു പ്രസവത്തിൻ്റെ വേദന പറഞ്ഞ 500 ആളോട് വന്ന് പറയുകയാണ് 110 കഴിഞ്ഞു. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞെ പോസ്റ്റേറ്റ് ഉണ്ടെന്നാണ് ഒരാൾ പറഞ്ഞേക്കുന്നത്, ലിവറിന് വീക്കം ഉണ്ടെന്നാണ് വേറൊരു റിപ്പോർട്ട്, പിന്നെ പ്രഷർ അത്യാവശ്യത്തിൽ കൂടുതലുണ്ട്, ഷുഗർ ഒത്തിരിയുണ്ട്, കൊളസ്ട്രോളുണ്ട്, ഇപ്പം യൂറിക് ആസിഡുണ്ട്, പിന്നെ ക്രിയാറ്റിനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. ഹലോ, നിന്നെ ബാധിച്ചാൽ നീ ക്ഷീണിക്കും. നീ ഇതെല്ലാം പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. സന്തോഷമുള്ളവർ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സകല നാമത്തിലും സകല നാമത്തിലും സകല നാമത്തിലും മേലായ നാമമായ യേശുവിൻ്റെ നാമത്തിങ്കൽ ഹല്ലേലൂയ. നിനക്കൊരു രോഗിയാണെന്നും പറഞ്ഞ് പൊതിച്ച് മൂടി കിടക്കണമെങ്കിൽ കിടക്കാം. അല്ല, ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. അതിന് മീതെയുള്ള ഒരു നാമം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ളെങ്കിൽ നിനക്കിതിനെല്ലാം അതിജീവിക്കാം. ഇന്ന് രാവിലെ നിന്റെ ആ മനസ്സൊന്ന് ബലപ്പെടുത്തിക്കേ, നിന്റെ ഹൃദയം ഒന്ന് ഉറച്ചേ. അത് എല്ലാം നിരാശകളെ ഒന്ന് മാറ്റി ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി. മത്തായി സുവിശേഷം 1-ാം അധ്യായം
22-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആ, 5-ാമത്തെ നാമം കൂടെ ഇരിക്കുന്ന നാമം. എല്ലാവരും സ്വോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. നീ ഒറ്റപ്പെട്ടു പോയോ? നിനക്ക് ആരുമില്ലേ? സഹായത്തിന് ആരുമില്ലേ? സംരക്ഷണത്തിന് ആരുമില്ലേ? ഒരു കൈത്താങ്ങൽ തരാൻ ആരുമില്ലേ? ഇവിടെ ഇമ്മാനുവേലുണ്ട്. നീ ആ നാമം ഒന്ന് പറഞ്ഞേ, ഇമ്മാനുവേൽ എന്നൊന്ന് പറഞ്ഞേ. ഓ, ചേർന്ന് പറഞ്ഞാട്ടെ. ഓ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ഇന്ന് രാവിലെ ഉലകം മുഴുവൻ നിനക്കെതിരാകട്ടെ, നിന്നെ സഹായിക്കാൻ ഉലകത്തിൽ ആരുമില്ലാതിരിക്കട്ടെ, പക്ഷേ ഇമ്മാനുവേൽ എന്ന നാമം ഇത് പറഞ്ഞ് നീ 2 പ്രാവശ്യം പറഞ്ഞാൽ നിന്റെ രോഗത്തിൻ്റെ കെട്ടഴിയും, നിന്റെ ശാപത്തിൻ്റെ കെട്ടഴിയും, നിന്റെ വഴികൾ തുറന്നു വരും, നിന്റെ പരാജയം ജയമാക്കി മാറ്റും. ഇന്ന് രാവിലെ ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാ. നീ ഈ നാമത്തിലൊന്ന് വിശ്വസിച്ചേ. ഇമ്മാനുവേൽ, കൂടെയിരിക്കുന്ന ദൈവം, കൂടെയിരിക്കുന്ന ദൈവം. നീ ആലയം വിട്ടിറങ്ങുമ്പോൾ നിന്റെ കൂടെയുണ്ട്. നീ ദൈവഹിതമില്ലാത്ത വഴിയിൽ പോകുമ്പോൾ മാത്രമേ അവൻ കൂടെ വരാതിരിക്കത്തുള്ളൂ. നീ പോകുന്ന വഴികൾ ദൈവഹിതമാണെങ്കിൽ നീ പോകുന്ന എല്ലാ വഴികളിലും അവൻ നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ഇന്ന് രാവിലെ സ്തുതിക്കട്ടെ. അല്ലേ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. ആ ആ ആ ആ ശുദ്ധീകരിക്കുന്ന നാമം. ഒരു സ്തോത്രം പറഞ്ഞ്. യേശുവിൻ്റെ നാമം ശുദ്ധീകരിക്കുന്ന നാമം. ഇന്ന് രാവിലെ ഈ നാമം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഴുകൽ നടന്നുകൊണ്ടിരിക്കുക. എത്ര പേരത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. നിന്നിലൊരു കഴുകൽ നടക്കുകയാ. നിന്റെ അകത്തെ മനുഷ്യനിലെ സകലവിധമാകുന്ന ആ അഴുക്കുകളും ദൈവം മാറ്റി നിന്നെ ഇങ്ങനെ കഴുകി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിച്ചെന്ന് മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഒരു വലിയ കഴുകൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാ. ഈ നാമം ശുദ്ധീകരിക്കുന്ന നാമമാണ്, നീതീകരിക്കുന്ന നാമമാണ്. അപ്പോൾ എത്ര കാര്യം നമ്മൾ പറഞ്ഞു. 1, രക്ഷിക്കുന്ന നാമം. 2, സൗഖ്യമാക്കുന്ന നാമം. 3, അഭിഷേകം ചെയ്യുന്ന നാമം. 4, പകരപ്പെടുന്ന നാമം. 5, സകല നാമത്തിലും മേലായ നാമം. 6, കൂടെ ഇരിക്കുന്ന നാമം. 7, ശുദ്ധീകരിക്കുന്ന നീതീകരിക്കുന്ന നാമം. 8, അപ്പോസ്തല പ്രവൃത്തി 5:41. ആ ആ അങ്ങനെയാണ് അപമാനം സഹിക്കാൻ യോഗ്യനാക്കുന്ന നാമം. എന്താ പറഞ്ഞേ? അപവാദി നിന്നെക്കുറിച്ച് പല അപവാദങ്ങളും പറയും. നമ്മൾ എത്ര വഴക്ക് പറഞ്ഞാലും, നമ്മളെത്ര സാഹസിച്ചാലും, നമ്മൾ ദേഷ്യപ്പെട്ടാലും, പ്രസംഗത്തിൽ കൂടെ അവരോട് വല്ലതും പറഞ്ഞാലും ഒന്നും അവരപവാദം നിർത്തത്തില്ല. അത് അവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാരമാണ്. അതവർ ചെയ്തുകൊണ്ടിരിക്കും. നീ അതിനൊന്നും മറുപടി പറയാൻ പോകണ്ട. നിന്റെ മേൽ പകർന്ന നാമത്തിനൊരു ശക്തിയുണ്ട്. ആ ശക്തി എന്താ? ഒന്ന് വായിച്ചേ. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ നിന്നെ യോഗ്യനാക്കുന്ന നാമം. ഒരല്ലേലൂയ പറയണം. ശ്രദ്ധിച്ചേ. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ നിന്നെ യോഗ്യനാക്കുന്ന നാമം. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ പദം മനസ്സിലായോ? ആരെന്തു പറഞ്ഞാലും അതിൻ്റെ മുമ്പിൽ പതറാതെ നിൽക്കാൻ നിന്നെ യോഗ്യനാക്കുന്ന നാമം യേശുവിൻ്റെ നാമം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
മത്തായി 10:22 വായിച്ചേ. അങ്ങനെയാണ് അവസാനം വരെ സ്നേഹിക്കുന്ന നാമം. ഒരല്ലേ പറഞ്ഞേ. നമ്മുടെ സ്നേഹങ്ങൾക്കെല്ലാം പരിധികളുണ്ട്. ചിലർ 1 മാസം മൊത്തം സ്നേഹിക്കും, ചിലർ 1 വർഷം മൊത്തം സ്നേഹിക്കും, ചിലർ ഒരാഴ്ചയൊക്കെ സ്നേഹിക്കും. സ്നേഹങ്ങൾക്ക് മാറ്റം മറിച്ചിലുകളുണ്ടാകും, ഗതിഭേദങ്ങളാലുള്ള ആച്ഛാദനങ്ങളുണ്ടാവും. പക്ഷെ ഈ നാമത്തിൻ്റെ പ്രത്യേകത അവസാനത്തോളം. നല്ല സ്തോത്രം പറഞ്ഞേ. എപ്പം വരെയാ? അവസാനത്തോളം നിന്നെ സ്നേഹിക്കുന്ന നാമം, നിന്നെ കരുതുന്ന നാമം. ഇന്ന് രാവിലെ ഈ നാമത്തെ ഓർത്തൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെയാണ് ആ നാമം യെരൂശലേമിനെ പണിയുന്ന നാമമാണ്. ഇന്ന് പകൽ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നു, ചില കുടുംബങ്ങളെ ദൈവം പണിയാൻ പോകുകയാ, ചില തലമുറകളെ ദൈവം പണിയാൻ പോകുകയാ. യെരൂശലേമിനെ പണിയുന്നത് പോലെ ഈ ഞായറാഴ്ച പകൽ വിശ്വസിച്ച് ഈ നാമത്തിൽ ആശ്രയിക്കുന്ന ചിലരുടെ കുടുംബങ്ങളെ ദൈവം പണിയാൻ പോകുകയാ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ 30-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ ഈ ദാവീദിൻ്റെ ഒരു വല്ലാത്ത കരച്ചിലുണ്ട് കേട്ടോ. സാധാരണ കരച്ചിലല്ല. 30-ാം അധ്യായത്തിൽ ആ കരച്ചിലൊന്ന് വായിച്ച് എനിക്കൊന്ന് 13-ാമത്തെ വാക്യമാണെന്നാണ് തോന്നുന്നത്. ഒന്ന് വായിച്ചേരെ. യെസ്. അപ്പൊ ചില കരച്ചിലുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കരച്ചിലല്ല. കരഞ്ഞ് 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 കരയാൻ ബലമില്ലാത്തതുപോലെ കരഞ്ഞു. കാരണക്കാരൻ ശൗല. പക്ഷേ അടുത്ത പുസ്തകം തുടങ്ങുന്നത് ശൗലില്ല, കരയിപ്പിച്ചോനില്ല, കരഞ്ഞോനേ ഉള്ളൂ. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. 2-ാം പുസ്തകം തുടങ്ങുന്നത് ദാവീദ് രാജാവായെന്നും പറഞ്ഞ ബലം ക്ഷയിക്കുവോളം കരഞ്ഞവനെ എന്നും കണ്ണീരും ഒപ്പിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ ദൈവം അവൻ്റെ തകർച്ചയെ മാറ്റിയിട്ട് അവനെ പണിതെടുത്ത് ഇസ്രായേലിൻ്റെ രാജാവാക്കി. അങ്ങനെയാണ് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പൈതലെ അവൻ യെരൂശലേമിനെ പണിയുന്ന ദൈവമാണ്. ഈ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ ഇന്ന് രാവിലെ എന്നോട് സ്വർഗം ഇടപെട്ട ഒരു കാര്യമാണ്. ദാവീദിൻ്റെ സിംഹാസനത്തിൽ ആരിയ്ക്കുമെന്നാണ് പറഞ്ഞേക്കുന്നേ? അതാരാ? യേശു. യേശു ദാവീദിൻ്റെ കസാര ഇരുന്നുകൊണ്ടാണ് 1000 വർഷം ലോകത്തെ ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ 1000 വർഷം ദാവീദിൻ്റെ കസാറെ രാജാവായിട്ട് യേശു ഇരുന്ന് ഭരിക്കാൻ പോകുമ്പോൾ ദാവീദിനെ കണ്ട ദൈവം, ഞാൻ പറയുന്നവനെ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞ ദൈവം ദാവീദിനെ മാത്രമാണോ കണ്ടേ? ഇനി സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പേ സഭ ഇവിടുന്ന് പോകണം, പിന്നെ ഒരു 7 വർഷം എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ച ഇവിടെ നടക്കണം, പിന്നെ സഭയുമായിട്ട് ഒലിവുമലയിൽ വരണം, പിന്നെ എതിർ ക്രിസ്തുവിനെയും കൂട്ടരെയും പിടിച്ച് 1000 ആണ്ടേക്ക് പൂട്ടിയിടണം. അത് കഴിഞ്ഞിട്ട് 1000 വർഷം ഇവിടെ ഭരിക്കണം. അന്ന് ഭരിക്കുന്ന ദാവീദിന്റെ സന്തതിയെ വരെ ആരിൽ കൂടെ കണ്ടു? നിന്നെ പണിയുമെന്ന് പറയുമ്പോൾ ഒരു ഇളകിപ്പോയ കല്ലെടുത്ത് വെക്കുകയല്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. നിന്നെ പണിയാമെന്ന് ദൈവം പറഞ്ഞാൽ നിന്റെ 1000 തലമുറയുടെ കാര്യം വിശ്വസിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഇന്ന് പകൽ ഈ നാമത്തിൽ വിശ്വസിക്കുന്നവന്റെ സന്തതികളെ 1000 തലമുറകൾ വരെ പണിയുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ ബിസിനസിനെ അവൻ പണിയുകയാ, നിന്റെ തലമുറയെ അവൻ പണിയുകയാ. നിലനിൽക്കുന്ന ഒരു പണിക്കു വേണ്ടി. പ്രിയരെ, വിടുതൽ നിന്റെ സമയത്ത് നടക്കാഞ്ഞുകൊണ്ട് ദൈവത്തോടൊരു പിണക്കുണ്ടോ? നീ ആഗ്രഹിച്ച മാസത്തിലോ നീ ആഗ്രഹിച്ച വർഷത്തിലോ ആ കാര്യം നടക്കാഞ്ഞത് കൊണ്ട് നീ ആരാധിക്കുന്ന ദൈവത്തോട് നിനക്ക് എന്തെങ്കിലും ഒരു പിണക്കുണ്ടോ? നിന്റെ ആരാധനയിൽ അത് പ്രകടമാകുന്നുണ്ടോ?
അതുകൊണ്ട് നീ കൂട്ടായ്മയ്ക്ക് വരാതിരിക്കുന്നുണ്ടോ? നീ ദൈവത്തോട് മത്സരിച്ച് നിൽക്കുകയാണോ? നിന്റെ സമയമാ തെറ്റിയേ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നിന്റെ സമയമാ തെറ്റിയേ. നിന്നെ വിളിച്ച ദൈവത്തിന്റെ സമയം തെറ്റിയിട്ടില്ല. അത് വരുന്നതേ ഉള്ളൂ. അത് വരും നിശ്ചയമായിട്ട്. സമയം തെറ്റത്തില്ല. ഇന്ന് പകൽക്കാലം നീ കരുതിയ കണക്ക് കൂട്ടിയ സമയം തെറ്റിയാലും എൻ്റെ ദൈവം നിശ്ചയിച്ച സമയം തെറ്റിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവർ ഈ ആലയത്തിലുണ്ടെങ്കിൽ അവരെ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാവിലെ ദൈവത്തിന്റെ സമയം തെറ്റിയിട്ടില്ല. സമയം വരുമ്പോൾ ധൈര്യമായിട്ടിരിക്കുക. ആ മറുപടി വരുന്നുണ്ട്. ആ വിടുതൽ വരുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ വിവാഹം വരുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ ജോലി വരുന്നുണ്ട്. നിന്റെ വിസയുടെ കാര്യം ദൈവം തുറക്കുന്നുണ്ട്. നിന്റെ വഴി ദൈവം തുറക്കുന്നുണ്ട്. നിന്റെ വീടിൻ്റെ കാര്യം വരുന്നുണ്ട്. അവൻ നിശ്ചയിച്ചൊരു ടൈമുണ്ട്. നീ നാമത്തെ ഒന്ന് ഉയർത്തിക്കൂ. നീ നാമത്തിന് മഹത്വം കൊടുത്തു. അവൻ്റെ ശോഭയെ വർണ്ണിച്ചു. ദൈവം നിശ്ചയമായിട്ട് സമയം വരുമ്പോൾ നിന്നെ മാനിച്ച് അനുഗ്രഹിക്കും. മാത്രമല്ല, ഒരു വാഗ്ദത്തം പറഞ്ഞ് ഞാൻ വേഗം ദൂത് അവസാനിപ്പിക്കാം. അതിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ചേ. ഇന്ന് പകൽ ഈ വാക്യം എല്ലാവരും ഒരു വാഗ്ദത്ത വാക്യമായിട്ട് എടുക്കണം. നിന്റെ കൊച്ചൻ പാർക്കുന്ന വീട്ടിലെ ഗ്യാസ് പൊട്ടിയെന്നിരിക്കും. ഗ്യാസ് അടുപ്പിൽ നിന്ന് തീ കയറിയെന്നിരിക്കും. ഹലോ, AC-യുടെ അകത്തെ ബോയിലർ പൊട്ടിയിട്ട് നീ ഉറങ്ങിക്കിടന്നപ്പോൾ കിടന്ന് മുറിക്കകത്ത് മുഴുവൻ പുക നിറഞ്ഞെന്ന് വരും. പക്ഷെ ഈ വാക്യം നിന്റെ മക്കളെ പാർക്കുന്ന വീട്ടിൽ ഓടാമ്പലിട്ട് അടച്ച്, സ്തോത്രം പറയണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിച്ചേ. കൊച്ചുങ്ങളെ കളിപ്പിച്ചുകൊണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചേ. നിന്നോട് ദൂത് പറയാ. നിന്റെ കുടുംബത്തിൻ്റെ വാതിലുകൾ ഓടാമ്പലിട്ട് ഉറപ്പിച്ചേക്കുന്ന ദൈവമാണെങ്കിൽ നീ ഇന്ന് രാവിലെ ദൈവത്തിൽ ആശ്രയിക്കണം. ഈ നാമത്തിന് നിന്നെ കുടുംബമായി സംരക്ഷിക്കാൻ കഴിയും. അപകടം വരത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. അപകടം വരാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. നമ്മുടെ മണ്ടൂരെ സണ്ണിച്ചാൻ ഇന്നലെ വീട്ടിൽ നിന്ന് ജസ്റ്റ് പെട്രോൾ പമ്പിലോട്ട് വന്ന പമ്പിൻ്റെ പടിക്ക് വന്നപ്പോൾ പമ്പിൽ നിന്ന് ഇറങ്ങിച്ചെന്ന കാറുകാരനിടിച്ചങ്ങ് തള്ളിയിട്ടു. ഈ കൈ ഒടിഞ്ഞ്, ഈ കാല് ഒടിഞ്ഞ്, ഏണിൻ്റെ ഒരു വാരിയിൽ ഒടിഞ്ഞ് ആശുപത്രി കിടക്കുക. ഹെൽമെറ്റ് ഉണ്ടായിരുന്നോണ്ട് തലയ്ക്കൊന്നും പറ്റിയില്ല. വന്ന് കയറിക്കോളും. ഹലോ, വന്ന് കയറും. പക്ഷെ പ്രാണൻ അവൻ ഓടാമ്പലിട്ടേക്കാണെങ്കിൽ അതിനകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിക്കും. എല്ലാ മാതാപിതാക്കളും വിശ്വസിക്കണം. ഇന്ന് രാവിലെ ശക്തമായി ദൈവം പറയുകയാണ്, അല്ലെ, അതിൻ്റെ വാതിലുകൾക്ക് ഓടാമ്പലിട്ടേക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ മാത്രം. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സംരക്ഷകനും പരിപാലകനും സെക്യൂരിറ്റി ഗാർഡും സൂക്ഷിപ്പുകാരനും എല്ലാം ദൈവമാണ്. നീ ധരിച്ചേക്കുന്ന CC ക്യാമറ ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെടുന്നതെന്നാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ ഓടാമ്പലിട്ടേക്കുക. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നിന്റെ ഭവനത്തിന് അവൻ ഓടാമ്പലിടട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് അവൻ ഓടാമ്പലിടട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ പാർക്കുന്ന ഭവനത്തിനകത്ത് അവൻ അവരെ അനുഗ്രഹിക്കട്ടെ. ഒരു അനുഗ്രഹത്തിൻ്റെ വർഷം ഇന്ന് രാവിലെ നിന്നിലേക്ക് പകരപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണയുടെ കരം, അവൻ്റെ ചിറകിൻ്റെ മറവിൽ നിന്നെ ശരണമാക്കി നീ ശരണം പ്രാപിച്ചാൽ നിനക്കൊരു ദോഷവും പറ്റാതെ അവൻ നിന്നെ സൂക്ഷിക്കും. 91 സങ്കീർത്തനം 4-ാമത്തെ വാക്യം, 36-ന്റെ 7-ാമത്തെ വാക്യം, 1-2 വാക്യം ഒന്ന് വായിച്ചു. 91:4. ഓടാമ്പലിട്ട് അടച്ചാലത്തെ ഗുണം
അവൻ്റെ ചിറകിൻ്റെ മറവിൽ അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നീ എന്ത് ചെയ്തോണം? ഇന്ന് രാവിലെ എല്ലാവരോടുമായി പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു. നിങ്ങളുടെ ഒരു നടത്തിപ്പുകാരനെന്ന നിലയിൽ ഞാൻ പറയട്ടെ, അവൻ്റെ ചിറകിൻ്റെ തൂവലുകളുടെ മറവിൽ ശരണം പ്രാപിച്ചോണം. ഹല്ലേലൂയ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവന്, ഹല്ലേലൂയ, രാത്രിയിലെയോ പകലത്തെയോ നട്ടുച്ചയ്ക്കത്തെയോ സംഹാരകനെ പേടിക്കണ്ട. പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ, ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരികൾ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങൾ ഒന്നും നിന്റെ കൂടാരത്തെ അടുക്കാതെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഓ റിഗലമന ശംദരദര വൈഡമന. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾക്ക് പണ്ട് സങ്കേത നഗരമുണ്ട്, 6 സങ്കേത പട്ടണങ്ങൾ. സങ്കേത പട്ടണത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പെ പിടിച്ചാൽ അവൻ എന്ത് ചെയ്യായിരുന്നു? രക്ഷപ്പെടാം. ഇന്നത്തെ പുതിയ നിയമസഭയ്ക്ക് സങ്കേത പട്ടണങ്ങളില്ല, സങ്കേത നഗരങ്ങളില്ല. പക്ഷെ നമുക്കൊരു സങ്കേത നഗരമുണ്ട്. ഉയർത്തെഴുന്നേറ്റ ശേഷം അവർ വാതിലടച്ചിരിക്കുമ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് യേശു നിന്നിട്ട് ആദ്യത്തെ വാക്ക് ഭയപ്പെടേണ്ട. ഒന്ന് പറഞ്ഞേ പദം. ഇന്ന് രാവിലെ എന്തൊക്കെയോ ഭയപ്പെട്ടിരിക്കുന്ന ചിലർ ഇവിടെയുണ്ട്. എന്തിനെയൊക്കെയോ ഭയപ്പെടുകയാണ്. നിന്നോട് ദൈവാത്മാവ് സ്നേഹത്തെ പറഞ്ഞ് ഭയപ്പെടേണ്ട, ദൈവം നിന്റെ പക്ഷത്തുണ്ട്. യേശു പറഞ്ഞ് ഭയപ്പെടേണ്ട. എന്നിട്ട് സങ്കേത നഗരം കാണിച്ചു. എന്താ കാണിച്ചേ? പിളർക്കപ്പെട്ട 2 കൈ കാണിച്ചു. പിളർക്കപ്പെട്ട ഒരു വിലാപ്പുറം കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താ കർത്താവ് കാണിച്ചേ? നിനക്കോ എന്താ ഒന്ന് വായിച്ചോ. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ നിനക്കോടി അഭയം പ്രാപിക്കാൻ, നിനക്കോടി അണയുവാൻ. പിളർക്കപ്പെട്ടൊരു കൈ എനിക്കുണ്ട്, തുറക്കപ്പെട്ടൊരു ചങ്ക് എനിക്കുണ്ട്. ഞാൻ നിന്നോട് പറയുന്നു, മനം തകർന്നവരെ ഞാൻ സൗഖ്യമാക്കും. ഓ, നിങ്ങളുടെ മുറിവുകളെ ഞാൻ മുറിഞ്ഞവനാ പറഞ്ഞ് മുറിവുകളെ കെട്ടാമെന്ന്. ഇത്രയേറെ മുറിവുകളേറ്റ മറ്റൊരുത്തനില്ല. മുറിവുകളേറ്റവൻ പറയാണ്, മുറിവുകളെ ഞാൻ കെട്ടാം. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവരും മാത്രം ദൈവത്തെ സ്തുതിച്ചേ. പ്രിയരെ, നിന്റെ മുറിവുകളെ കെട്ടുന്ന, മനം തകർന്നവരെ ആശ്വസിപ്പിക്കുന്ന ഈ അത്യുന്നത ദൈവത്തിന്റെ തൂവലുകൾക്കടിയിൽ അഭയം പ്രാപിപ്പാൻ. ഓ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ചിലതെല്ലാം ഒഴിഞ്ഞു പോകണം. ചില കുടുംബത്തിൽ നിന്ന് ചിലത് ഒഴിഞ്ഞു പോകണം. ചില തലമുറകളിൽ ചില ഒഴിഞ്ഞു പോകണം. ശക്തമായി പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. അതിൻ്റെ 18ാമത്തെ ഭാഗം ഒന്ന് വായിച്ചേരെ. ഇന്ന് രാവിലെ ചിലതൊക്കെ ഉരുകിപ്പോണം. ഉരുകണം. നിന്റെ മുമ്പിലെ പർവ്വത സമാനമായ വിഷയം ഇന്ന് രാവിലെ ഉരുകിപ്പോണം. നിന്നെക്കൊണ്ട് ഉരുക്കാൻ കഴിയത്തില്ല. പക്ഷേ ദൈവം കാറ്റടിപ്പിച്ച് വചനമയച്ച് അവയെ ഉരുക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. വചനമയച്ച് അവൻ അവയെ ഉരുക്കുന്നു. എന്നിട്ട് ആ ഉരുകി വരുന്ന വെള്ളത്തെ അവൻ കാറ്റടിപ്പിച്ച് ഒഴുക്കിക്കളയും. 2 കാര്യം ഇന്ന് സംഭവിക്കണം. ഈ ഉരുകിയ പ്രശ്നം നിന്റെ പെരയുടെ ചുറ്റും തളം കെട്ടിക്കിടക്കല്ല. പ്രൈസ് ദി ലോർഡ്. ആ ഉരുകി ഇറങ്ങിയ വിഷയത്തെ ദൈവം ഒരു കാറ്റടിപ്പിച്ച് ഒഴുക്കിക്കളയണം. അത് ഈ മാടത്തരുവി കൂടെ ഒഴുകി, പമ്പയെ കൂടെ ഒഴുകി, വേമ്പനാട്ടിൽ കൂടെ ഒഴുകി അങ്ങ് അറബിക്കടലിൽ പോകണം. അതിവിടെ ഞാൻ കെട്ടിക്കിടക്കാൻ പാടില്ല. അല്ല, ഉരുകിപ്പോയിട്ടും ഒഴുകിപ്പോകാതെ
കിടക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇന്ന് രാവിലെ നീ ഒന്ന് പ്രാർത്ഥിച്ചേ. വചനമായ ചുരുക്കും, കാറ്റടിപ്പിച്ചൊഴുക്കും. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ശക്തമായി ദൈവം പറയുന്നു, വചനമയച്ച് ഉരുക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. ആ ട്യൂമർ ഉരുകാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. ആ ക്യാൻസർ ഉരുകാൻ പോകുകയാണ്. ആ പ്രശ്നം ഉരുകാൻ പോകുകയാണ്. അതിനെ ദൈവം കാറ്റടിപ്പിച്ചൊഴുക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഹല്ലേലൂയ. അധികാരകൾ കമാനപക്ഷ സംഭവ ദുഗരജാലവൈഡം ഭ്രമനാധികാരകൾ ക്ഷതരേതരാജരാരകൾ കമന. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ, ഈ നാമത്തിന്റെ ശക്തി, യേശുവെന്ന നാമത്തിന്റെ ശക്തി, രക്ഷിക്കുന്ന നാമം, സൗഖ്യമാക്കുന്ന നാമം, അഭിഷേകം തരുന്ന നാമം, പകരുന്ന നാമം, സ്നേഹിക്കുന്ന നാമം. ഓ ഹല്ലേലൂയ. ഉണ്ടക രമന രഗത രൗഷേ അർത്തുരേ മനക റിഗൽ കമന ദിരാധരാജകൾ കമന. എല്ലാവരും ആരും മൗനമായിരിക്കാതെ ഓ ഹല്ലേലൂയ ശക്തിയോടെ ഉണ്ടക ജഗത റൗഡ റിമന അർത്ഥ മനക വൈഡ രാജ ധീക ബാബ രഗത റൗഡ. പെട്ടെന്ന് ജലപിടുതൽ. ഓ അതിശയം കൂറുമാറി ജലപിടുതൽ. അത്ഭുതകരമായ ജല പകർച്ചകൾ. ഓ റവാ ജീവവ രീഗദാര വൈഡര അർത്ഥമാന ജാലകാധികാരകൾ കജാരരാജ റീബബാബ ബാദരാദര. ഓ ജയം. ഓ രഗദാര മനാധുരധാരധര ജഗരഗധര വൈഡഗതിപരപരൗഷ പ്രമനെ ദുഡഗൽ കമന ദുരധര ജഗരംധര വേദികരൗഷകരഗല. ഹല്ലേലൂയ. ധിബര ബല 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 ശദരാദര. ഹല്ലേലൂയ. വചനമയച്ചവയെ ഉരുക്കട്ടെ. ദൈവത്തിന്റെ കാറ്റടിപ്പിച്ച് അത് ഒഴുകിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അർത്ഥമനാദര വൈഡജാലക രഗതമനപരമ ശംദുരേദര അസാധാരണമായ ചില വിടുതലുകൾ ചില വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ ഇന്നവകൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാ. ഓ സഹോദരന്മാർ, പിതാക്കന്മാർ, ദൈവത്തെ ആരാധിക്കട്ടെ. ആരും മൗനമായിരിക്കാതെ. ഓ ശിബല ബല ബല ധീര ബല 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 റൗഡ ബല ബല ചൂടപരം കരജാലകരഗതര വൈഡപരാധുര വക്ഷകരിബല പരഗനേരഗത ചുടപക്ഷകരഗത റൗഡപരാധുര വൈഡാ ജീവരബലബസ്. ഹല്ലേലൂയ. ചുകമനബരബ ശംദരമനബരബ ശൈഡപരാധര റിഗല ബാബ ബാബ. ജയം. ഓ രക്തം ജയം. ഓ കൃപ. പർവ്വതങ്ങൾ ഉരുകിപ്പോകുന്നത് പോലെ ചില വലിയ വിഷയങ്ങൾ നിന്റെ മുമ്പിൽ ഉരുണ്ടുകൂടിയ ചില വിഷയങ്ങൾ, നിന്റെ തലമുറയിൽ ഉരുണ്ടുകൂടിയ ചില വിഷയങ്ങൾ നിരാവരെ വചനമയച്ച് ഉരുക്കി കാറ്റടിപ്പിച്ചൊഴുക്കി ആ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിന്റെ മറുപടി വെളിപ്പെടുക, വിടുതൽ വെളിപ്പെടുകയാ. ആ നാമം അത്ര ശ്രേഷ്ഠമായ നാമമാ. ഹല്ലേലൂയ. ദിബാല ബല ബല
ഈ ബലബലബ ശൈലബലബല ദുരബലബലബ നിഗലബലദല റൗഡരമനബ അർധുരജാല ധീവരബലബ ശൈലമനാദന വക്ഷകരിബബേ രഗനഗരൗഡേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ രക്തത്താലേ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ നിയോഗമുണ്ട്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നീ ഒന്ന് വിശ്വസിച്ചേ, ആ പ്രതികൂലം അവിടെയില്ല, ആ പ്രതിസന്ധി അവിടെയില്ല, ആ രോഗം അവിടെയില്ല, ആ ഭാരം അവിടെയില്ല. വചനമയച്ചതുരുകിപ്പോയി, വചനമയച്ചതുരുകിപ്പോയി. കാറ്റടിപ്പിച്ചതിനെ ഒഴുക്കിക്കളഞ്ഞു. ആ നാമം അത്ര ശ്രേഷ്ഠമാണ്. ഓ വിശ്വസിച്ചവർക്കായി, ഏറ്റെടുത്തവർക്കായി ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. അതെ, ആ ദൂതനോടായിരുന്നു. ഞാൻ ആ വചനം ഏറ്റെടുക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള കരങ്ങൾ ഉയരട്ടെ. ആ കരങ്ങൾ സ്വർഗമൊന്ന് കണ്ടോട്ടെ. നല്ല കർത്താവേ, അങ്ങ് തന്ന ദൂത് അവിടുത്തെ മക്കൾക്കായി കൈമാറി. വചനം അവിടുത്തെയാണ്, ദൂത് അവിടുത്തെയാണ്. ജനം അങ്ങയുടെ രക്തത്തിൻ്റെ വിളകളാണ്. ഉരുണ്ടുകൂടിയ ചില വിഷയങ്ങൾ, പരിഹരിക്കപ്പെടത്തില്ലെന്ന് ശത്രു കാതിൽ മന്ത്രിച്ച ചില വിഷയങ്ങൾ, സൗഖ്യമാകത്തില്ലെന്ന് ദുഷ്ടൻ പറഞ്ഞ ചില വിഷയങ്ങൾ, പർവ്വത സമാനമായ ചില വിഷയങ്ങൾ അവിടുത്തെ വചനമയച്ച് ഒഴുക്കിക്കളഞ്ഞതിനായി സ്തോത്രം. കാറ്റടിപ്പിച്ചതിനെ ഒഴുക്കിക്കളഞ്ഞതിനായി സ്തോത്രം. നിന്റെ ജനം ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ജയമെടുത്ത് വിടുതൽ പ്രാപിച്ചതിനായി ഞങ്ങൾ ഒന്നിച്ചങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ മക്കളെ എല്ലാവരെയും പ്രായവ്യത്യാസം കൂടാതെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ആ ദിവ്യ അഭിഷേകം, ആ പകർന്ന തൈലം പോലെയുള്ള പകർച്ച എല്ലാവരും പകർന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ പകർന്ന തൈലം പാരിൽ സൗരഭ്യം വീശുന്നതാൽ പഴിതുഷി നിന്നരുക്കങ്ങളിൽ എന്നെ സുഗന്ധമാറ്റിടണേ. ഓ പഴിതുഷി നിന്നരുക്കങ്ങളിൽ എന്നെ സുഗന്ധമാറ്റിടണേ. വാഴ്ത്തുവേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ പാടിയിടുമേ, നന്ദിയോടെ പാടിയിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ പാടിയിടുമേ, നന്ദിയോടെ പാടിയിടുമേ. ഓ മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയം
കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ വേഗം മുൻപോട്ട് വന്ന് അവരുടെ